പോകല്ല, ആരും പോകല്ലേ. ഈ പാട്ട് എഴുതിയത് ആരും പോകല്ലെന്ന് പറഞ്ഞാൽ ലൈസനോട് ചേർത്താണ്. പ്ലീസ് കം ബാക്ക്. അവിടെ നിൽക്കുക. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞ് ഉപദേശിയാണ്. അദ്ദേഹം എഴുതിയ മനോഹരങ്ങളായ പാട്ടുകൾ ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്നോ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നോ മാറിപ്പോവുകയില്ല. ഈ പാട്ട് ക്രിസ്തീയത്തിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. നമ്മുടെ ഗായക സംഘം കുറച്ച് നാൾക്ക് മുമ്പ് ഈ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇവരിത് പാടി കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഹൃദ്യമായി നമുക്കത് മനസ്സിലാകുന്നു. ഇവർ മാത്രമല്ല ഇടവ മിഷൻ, നിങ്ങളെല്ലാവരും ഇടവ മിഷനാണ്. എന്നാൽ നിങ്ങൾ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് ഞങ്ങളൊരു സ്റ്റാൻസ പാടിപ്പിക്കും. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഈ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടും. നിങ്ങളെടുത്താട്ടെ പാഠപുസ്തകം. ക്രിസ്തീയ കീർത്തനങ്ങൾ 389, 389. അതാണ് ഈ പാട്ട്. ട്രാൻസ്ലിറ്ററേഷനിലും ഉണ്ട്, നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിലും ഉണ്ട്. നിങ്ങൾ ആ പാട്ടെടുത്താട്ടെ എല്ലാവരും. നമ്മുടെ മോണ്ടിയാണ് ഇതിന് മ്യൂസിക് അസിസ്റ്റൻസ് നൽകുന്നത്. നല്ല ഭംഗിയായിട്ട് വായിച്ചു. കൺഗ്രാജുലേഷൻസ് മാൻസി. മോണ്ടിക്ക് ഇത്ര തിരക്കാണ്, പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ അത് വന്ന് ചെയ്തു തന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പാട്ടുകാരൊന്നും വലിയ മോശമൊന്നും അല്ലായിരുന്നു. വെരി ഡിഡ് വെൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻസ മോണ്ടി BGM പ്രിലൂഡ് ഇട്ട് തരിക. 2 പ്രാവശ്യം വായിക്കണം. എല്ലാവരും പാടണേ. ആദ്യത്തെ പാടണം. എന്നും നീ വന്നിടും. ഫസ്റ്റ് സ്റ്റാൻസ.